ചീഞ്ഞു പോയി അതുപോലത്തെ ചെറുനാരങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കഴുകി ആ ചീഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിന് നമ്മൾ യൂസ് ചെയ്യാത്തൊരു പഴയ പാത്രത്തിലേക്ക് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കുക കേട്ടോ. തിളപ്പിച്ച ശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരം കൂടി തിളപ്പിക്കുമ്പോഴേക്കും അതിലെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചൂടോടുകൂടി തന്നെ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഡെറ്റോളും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതേപോലെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സോപ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. സോപ്പ് പൊടി ഇടാം, ഹാൻഡ് വാഷോ ഡിഷ് വാഷ് ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് ചേർക്കാം. ഷാമ്പൂ ഒക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇതുപോലെ കിച്ചണിൽ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു മണവും കിട്ടും. പിന്നെ പാറ്റ വരുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ മീനൊക്കെ കഴുകിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആ ഒരു സിങ്കിലേക്കും വാഷ് ബേസിലേക്കൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് കിട്ടും കേട്ടോ. നമ്മളതുപോലെ വീടിനകമൊക്കെ തുടയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് ഈ ഒരു ഇതാക്കി കഴിഞ്ഞ് ഉറുമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിനകത്ത് നമ്മളിതുപോലെ ഒരു പേപ്പർ വെച്ച് വലിച്ചെടുക്കണം. പെട്ടെന്ന് നമുക്കത് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വാഷറിന് ചെറിയ വാഷറിലൊക്കെ അഴുക്ക് പിടിച്ചിട്ട് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വാഷർ നമുക്ക് ക്ലീൻ ആക്കാനും സാധിക്കും. നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് കറക്റ്റായിട്ട് അടയ്ക്കാനും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് കറക്റ്റാക്കുക ഒരു കൂടുതലാവാതിരിക്കാനും സഹായിക്കും കേട്ടോ.